സോ ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് ഇൻഫീരിയർ ഗുഡ്സിനെ കുറിച്ചും ഗിഫൻ ഗുഡ്സിനെ കുറിച്ചാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 2-3 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഇൻകം എഫക്റ്റ് പഠിച്ചു അല്ലേ, അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഇൻകം എഫക്റ്റ് പഠിച്ചു. അതിനേക്കാൾ വരെ നമ്മൾ പ്രധാനപ്പെട്ട സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് പഠിച്ചു. ഇത് രണ്ടും കൂടെ പ്രൈസ് എഫക്റ്റിൻ്റെ കൂടെ വരുന്നതാണ് നമ്മൾ പറഞ്ഞു. സോ പ്രൈസ് എഫക്റ്റ് ഈസ് ഈക്വൽ ടു ഇൻകം എഫക്റ്റ് പ്ലസ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് നമ്മൾ പഠിച്ചു. ഒരു കൺസ്യൂമറുടെ ഇൻകം കൂടുമ്പോൾ അയാൾ ആ സാധനം എത്രമാത്രം മേടിക്കും എന്നുള്ളതാണ് ഇൻകം എഫക്റ്റ്. ഒരു കമ്മോഡിറ്റിയുടെ വില പറയുമ്പോൾ ആ കമ്മോഡിറ്റി എത്രമാത്രം കൂടുതൽ മേടിക്കും എന്നുള്ളതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ്. രണ്ട് നമ്മൾ വ്യത്യാസം അങ്ങനെയാണ്. അപ്പം സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റും ഇൻകം എഫക്റ്റും വെച്ച് കമ്മോഡിറ്റീസിനെ നമുക്ക് പലതായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. സബ്സ്റ്റിറ്റ്യൂഷൻ ഇൻകം എഫക്റ്റും സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റും വെച്ച് നമ്മളെങ്ങനെ ഇൻഫീരിയർ ഗുഡ്, ഗിഫൻ ഗുഡ്, കൂടെ നമ്മളെപ്പോഴും കാണുന്ന മനസ്സിൽ വിചാരിക്കുന്ന നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്ന നോർമൽ ഗുഡ്സ്, ഇതിനെ എങ്ങനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ സെഷനിൽ അല്ലെങ്കിൽ ഇന്നത്തെ സെഷൻ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ലെറ്റ് മീ ഡിലീറ്റ് ദാറ്റ്. നൗ the price demand relationship, inferior goods, given goods. Okay, in the case of normal goods the income effect is positive അല്ലേ, നമ്മൾ പഠിച്ചത്. അതായത് implying that when the income of the consumer goes up the consumption of that commodity goes up. ഓക്കെ, നമ്മളെല്ലാം ഇൻകം കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മൾ ആ കമ്മോഡിറ്റിയുടെ ഡിമാൻഡ് കൂട്ടും, അല്ലെങ്കിൽ അത് കൂടുതൽ കൺസ്യൂം ചെയ്യും. അപ്പോൾ നമ്മൾ അതിനെ നോർമൽ ഗുഡ്സ്, സാധാരണ എല്ലാ കമ്മോഡിറ്റിയുടെയും കേസിൽ അങ്ങനെയാണ് അല്ലേ. നമ്മുടെ ഇൻകം കൂട്ടുകയാണെങ്കിൽ നമ്മൾ സാധനങ്ങൾ കൂടുതൽ മേടിക്കും. ഓക്കെ, but in the case of a selective type of commodities which we call as inferior goods, the income effect is negative. Income effect is negative in the sense that when our income goes up we demand less of that commodity. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻകം കൂടുമ്പോൾ നമ്മൾ ആ കമ്മോഡിറ്റി കുറച്ചേ മേടിക്കും, കാരണം ആ കമ്മോഡിറ്റി ഇൻഫീരിയർ, നമ്മൾ പുതിയൊരു സ്റ്റാറ്റസ് ചെയ്യുന്ന നമ്മുടെ ഇൻകം കൂടി, അപ്പോൾ നമ്മളെന്ത് ചെയ്യും, ആ കമ്മോഡിറ്റി വളരെ കുറച്ചേ മേടിക്കുള്ളൂ. സോ വി കോൾ ദാറ്റ് കമ്മോഡിറ്റീസ് ആസ് വാട്ട് വി ക്യാൻ സേ inferior goods. And here the income effect is negative. How we can classify income effect is as negative and positive? Okay, when our income increases, when the quantity demanded of that commodity comes down, there is a negative relationship. One goes up, the other goes down. So that is negative relationship. നമ്മൾ എന്താണ് നെഗറ്റീവ് റിലേഷൻഷിപ്പ് നമ്മൾ കണ്ടു. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു, അതായത് ഇൻഫീരിയർ ഗുഡ്സിൻ്റെ കേസിൽ ഇൻകം എഫക്റ്റ് നെഗറ്റീവാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇൻ ദി കേസ് ഓഫ് സം ഇൻഫീരിയർ ഗുഡ്സ് the income effect is stronger than the substitution effect. There is one more effect. We studied it already. We did not study it elaborately. We know that we describe it as substitution effect. Substitution effect means what happens to the quantity demanded of a commodity. Quantity demanded of a commodity, let it be X. Okay, what happens to the quantity demanded of that commodity when our income goes up? Sorry, when its price changes. Okay, price of X changes, that means may it be increasing or decreasing, So usually when the price of a commodity goes up, we buy less of that commodity. Okay, the quantity demanded of commodity X. Okay, the quantity demanded of commodity X comes down when the price of X goes up. So there is negative relationship always. That means substitution effect is always negative in the sense that when the price of that commodity goes up, we purchase less of that commodity. On the other hand, when the price of that commodity comes down, price of X comes down, we buy more of X. So there is always negative relationship between the quantity demanded of a commodity and its price. We call it as substitution effect. So substitution effect explains what happens to the quantity demanded of a commodity when its price changes. Okay, change can happen in two forms, either an increase or a decrease. Okay, so we take just one example to make it more clear and for understanding sake. We suppose that the price of a commodity comes down, its quantity demanded increases, so substitution effect is always negative. But income effect can be negative or positive depending upon whether it is a normal good or whether it is an inferior good. Okay, so ആ ബേസിക് കാര്യം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. ഞാൻ ഡിലീറ്റ് ചെയ്തോട്ടെ. അപ്പം സോറി കേട്ടോ, ഡിലീറ്റ് ചെയ്തോട്ടെ. സെക്കൻഡ് ഇച്ചോടെ മുകളിലോട്ട് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഭംഗിയായിട്ട് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. ഡിലീറ്റ് ചെയ്തു.
അപ്പോൾ ബേസിക്കായിട്ട് എന്താണ് കാര്യങ്ങൾ നമ്മൾ മനസ്സിലുണ്ടായിരിക്കണേ, അത് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് ഈസ് ഓൾവേസ് നെഗറ്റീവ്. ഇൻകം എഫക്റ്റ് ക്യാൻ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ്. In the case of normal goods, it is positive. In the case of inferior goods, it's negative. Okay, so that is all about the type of substitution effect or the nature of substitution effect and the income effect. Okay, now what we are going to explain here right now. In the case of some inferior goods, what is an inferior good? Inferior good is a good where there is a negative substitution effect and a negative, what we can say, income effect. ഓക്കെ, നെഗറ്റീവ് ഇൻകം എഫക്റ്റ്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് ഓൾവേസ് എല്ലാത്തിൻ്റെ കേസ് നെഗറ്റീവ് ആയിരിക്കും, പക്ഷേ ഇൻകം എഫക്റ്റ് ഇതിൽ നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്താണ് ഇൻഫീരിയർ ഗുഡ്, ഈ എന്തുകൊണ്ടാണ് ഇൻഫീരിയർ ഗുഡും ഗിഫൻ ഗുഡും തമ്മിലൊരു വ്യത്യാസം? അതാണ് ഇത് ഇൻകം എഫക്റ്റ് ഈസ് സ്ട്രോങ്ങർ ദാൻ ദി സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ്. ഓക്കെ, അപ്പോൾ അവിടെ ഇൻകം എഫക്റ്റ് നെഗറ്റീവ് ഇൻകം എഫക്റ്റാണ്, അത് സ്ട്രോങ്ങർ ദാൻ ദി സബ്സ്റ്റിറ്റ്യൂഷൻ ഇൻ ദി കേസ് ഓഫ് സം ഇൻഫീരിയർ ഗുഡ്സ്. ഇൻ ദി കേസ് ഓഫ് സം ഇൻഫീരിയർ ഗുഡ്സ്, okay, some inferior goods only, not in the case of all inferior goods. Remember, in the case of some inferior, the negative income effect is stronger than the substitution effect. Okay, അപ്പോൾ അത് മനസ്സിലാക്കുന്നതിന് ഞാൻ നിങ്ങളൊരു കാര്യം പറഞ്ഞോട്ടെ, നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം കേട്ടോ. അതായത് നമ്മൾ പറഞ്ഞല്ലോ ഒരു കമ്മോഡിറ്റിയുടെ സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് നെഗറ്റീവാണ്. അപ്പം പ്രൈസ് കുറയുമ്പോൾ എക്സാന്ന് വിചാരിക്കും, എന്ത് സംഭവിക്കും? ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടും. കാരണം എന്താ, പ്രൈസ് കുറഞ്ഞു, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പ്രൈസ് കുറഞ്ഞു, ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടി. അതാണ് എൻ്റെ കാര്യം. അപ്പോൾ എന്ത് ചെയ്യും? പ്രൈസ് കുറഞ്ഞു, സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് എപ്പോഴും നെഗറ്റീവ്, ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടി. പ്രൈസ് കുറഞ്ഞപ്പം ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടി. ഈ സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് നെഗറ്റീവ്, അത് എല്ലാത്തിനും നെഗറ്റീവാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഇൻ ദി കേസ് ഓഫ് നോർമൽ ഗുഡ്സ്, ഇൻ ദി കേസ് ഓഫ് ഇൻഫീരിയർ ഗുഡ്സ്, when the price, when the price comes down, its quantity demanded increases. Now what happens to the income effect? In the case of some commodity inferior goods, in the case of inferior goods, income effect is negative. Income effect is negative means, what is this negative? When the income of the consumer goes up, okay, the quantity demanded of the commodity comes down. അപ്പോൾ ഇൻകം എഫക്റ്റ് നമ്മൾ പറയാം, പ്രൈസ് കുറഞ്ഞു, അതിൻ്റെ ഭാഗമായിട്ട് കൺസ്യൂമറിന് ഇച്ചിരി ഇൻകം കൂടി കിട്ടി, ഇൻകം കൂടി. അപ്പോൾ ഇൻകം കൂടിയതിൻ്റെ ഫലമായിട്ട് നമ്മൾ നെഗറ്റീവ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇൻകം എഫക്റ്റാണ് നമ്മൾ പറയുന്നത്. ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്ത് ചെയ്യും? ഇൻകം കൂടി, ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്ത് കുറയും. മനസ്സിലായല്ലോ? അപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് കാരണം ഈ ഒരു കമ്മോഡിറ്റിയുടെ കേസിൽ, പ്രൈസ് ഓഫ് എക്സിൻ്റെ കേസിൽ സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് കാരണം ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്ത് കൂടി, ഇൻകം എഫക്റ്റ് കാരണം ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്ത് കുറഞ്ഞു. മനസ്സിലായി? സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് ഇപ്പം കൂടി, ഇൻകം എഫക്റ്റ് കാരണം ഇതിൻ്റെ ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്യുന്നത് കുറഞ്ഞു. ഇൻകം എഫക്റ്റ് നെഗറ്റീവാണ് ഇൻഫീരിയർ ഗുഡ്സിൻ്റെ, നമ്മൾ പറഞ്ഞു. ഓക്കെ, നമ്മുടെ ചോദ്യം ഇതാണ്, ഇത് രണ്ടിലേതാണ് സ്ട്രോങ്? ഇതാണ് സ്ട്രോങ് എങ്കിൽ, ഇതിനേക്കാൾ സ്ട്രോങ് ആണെങ്കിൽ അൾട്ടിമേറ്റ്ലി ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്ത് കൂടും പ്രൈസ് കുറഞ്ഞതിൻ്റെ ഫലമായിട്ട്. ഇനി ഇതാണ് കൂടുതലെങ്കിൽ, ഇത് കൂടുതൽ സ്ട്രോങ് ആണെങ്കിൽ, ഡബിൾ സ്ട്രോങ് ആണെങ്കിൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്ത് എന്ത് ചെയ്യും? കുറയും. കാരണം സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് കാരണം ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്തത് 5 യൂണിറ്റ് കൊണ്ട് കൂടി എന്ന് വിചാരിക്കും. ഇനി ഇൻകം എഫക്റ്റ് നെഗറ്റീവ് കാരണം ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്ത് കുറഞ്ഞു പോയി. എത്ര കണ്ടു? കുറഞ്ഞു പോയി. 7 യൂണിറ്റ് കുറഞ്ഞു പോയി എന്ന് വിചാരിക്കുക. അപ്പം മൊത്തത്തിൽ എത്ര? 7 യൂണിറ്റ് കുറഞ്ഞു പോയി, 5 യൂണിറ്റ് കൂടി. നമുക്കറിയാം 5ഉം -7ഉം കൂടെ കൂട്ടി -2 വരും എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ എന്ത് ചെയ്തു? 2 യൂണിറ്റ് കൊണ്ട് കുറഞ്ഞു പോയി. മനസ്സിലായോ? അപ്പോൾ അതിൻ്റെ കാരണം എന്താ? ഇൻകം എഫക്റ്റ് ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. ആ സാധനത്തിൻ്റെ വില കുറഞ്ഞപ്പം കൺസ്യൂമറുടെ ഇൻകം ഭയങ്കരമായിട്ട് കൂടി അയാൾ ആ സാധനം ഇനി വേണ്ടായെന്ന് തീരുമാനിച്ചു. കുറച്ച് മാത്രം 7 യൂണിറ്റ് കൊണ്ട് കുറച്ച് മേടിച്ചു. പക്ഷേ ആ സാധനത്തിൻ്റെ വില കുറഞ്ഞതുകൊണ്ട് 5 യൂണിറ്റ് കൊണ്ട് കൂടുതൽ മേടിച്ചു. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇൻകം എഫക്റ്റ്, നെഗറ്റീവ് ഇൻകം എഫക്റ്റ് കൂടുതൽ സ്ട്രോങ് ആയിപ്പോയി. മനസ്സിലായല്ലോ? അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുക നമ്മൾ ഇൻഫീരിയർ ഗുഡ്സിൻ്റെ കേസിൽ. ഇൻഫീരിയർ ഗുഡ്സിൻ്റെ 2 സിറ്റുവേഷൻ വരാം നമ്മൾ കാണാൻ പോകുന്നത്. ഓക്കെ, ഞാൻ ടേബിളിലേക്ക് പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇച്ചിരി എളുപ്പമായിരിക്കും. ടേബിൾ ഞാൻ നടത്തോട്ടെ. So we are having both income effect and substitution effect. Explained everything in this table. In the case of normal goods, let me say that the substitution effect is negative. അല്ലേ? സാധാരണ എല്ലാ കേസിലും നമ്മൾ ഒരു കമ്മോഡിറ്റിയുടെ പ്രൈസ് കുറയുവാണെങ്കിൽ അതിൻ്റെ ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്യുന്നത് കൂടും. പ്രൈസ് കുറയുവാണെങ്കിൽ ആ കമ്മോഡിറ്റി നമ്മൾ കൂടുതൽ മേടിക്കാൻ നടക്കും. മറ്റ് കമ്മോഡിറ്റിക്ക് വരെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമെന്ന് പറയാം. അപ്പോൾ എന്ത് സംഭവിക്കും? നെഗറ്റീവാണ്. പ്രൈസ് കുറഞ്ഞു, ഡിമാൻഡ് കൂടി. നെഗറ്റീവ്, ഒന്ന് കൂടി, ഒന്ന് കുറഞ്ഞു, മറ്റേത് കൂടി. അതാണ് നെഗറ്റീവ് എന്ന് പറഞ്ഞ അർത്ഥം കേട്ടോ. ഓക്കെ, ഇനി അത് നമ്മൾ പറഞ്ഞു നോർമൽ ഗുഡ്സിൻ്റെ കേസിൽ. പിന്നെ ഇൻകം എഫക്റ്റ് എങ്ങനെയായിരിക്കും? നമ്മുടെ ഇൻകം കൂടിക്കഴിഞ്ഞാൽ നമ്മൾ ആ സാധനം എന്ത് ചെയ്യും? കൂടുതൽ മേടിക്കും. ശരിയല്ലേ?
അപ്പോൾ അതെല്ലാം അവിടെ പോസിറ്റീവാണ്. എവിടെ? നോർമൽ ഗുഡ്സിൻ്റെ കേസിൽ. അപ്പോൾ എന്താ സംഭവിക്കുന്നത് അറിയാം? നെഗറ്റീവ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് കാരണം പ്രൈസ് കുറഞ്ഞപ്പം കൂടുതൽ മേടിച്ചു, 5 യൂണിറ്റ് കൂടുതൽ മേടിച്ചു. മനസ്സിലായല്ലോ? ഇനി ഇൻകം എഫക്റ്റ് കാരണം ഉണ്ടല്ലോ, നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ ഇൻകം കൂടി. അപ്പോൾ എന്ത് ചെയ്തു? ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്യുന്നത് കൂടി, പോസിറ്റീവാണ്. ഒന്ന് കൂടി, മറ്റൊന്ന് കൂടി. അപ്പോൾ എന്ത് ചെയ്തു? നമ്മൾ പിന്നെ 7 യൂണിറ്റ് കൂടുതൽ മേടിച്ചു. മനസ്സിലായി? അപ്പോൾ എത്ര? രണ്ടിൻ്റെയും കൂടെ വർക്കിംഗ് കാരണം എന്ത് സംഭവിച്ചു? സെയിം ഡയറക്ഷനാണ്, ഇതും കൂടി ഇതും കൂടി. അപ്പോൾ എത്രയും 12 യൂണിറ്റ് കൂടുതൽ മേടിച്ചു. ഇവിടെ കിട്ടിയല്ലോ. എന്ത് കേസ് ഓഫ് നോർമൽ ഗുഡ്. ഇനി നമ്മൾ ഇൻഫീരിയർ ഗുഡ്സിൻ്റെ കേസ് എടുക്കുക. ഇത് 2 ഇൻഫീരിയർ ഗുഡാണ് കേട്ടോ, 2 ഇൻഫീരിയർ ഗുഡാണ്, നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ഇനി സോ ഹിയർ there is a substitution effect which is negative, that is also negative. അപ്പോൾ എന്ത് ചെയ്യും? പ്രൈസ് ഓഫ് എക്സ് കുറഞ്ഞു, ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്ത് കൂടി. അപ്പോൾ എന്ത് ചെയ്തു? 5 യൂണിറ്റ് നമ്മൾ കൂടുതൽ മേടിച്ചു. ഒരു സെക്കൻഡ്, ഞങ്ങളുടെ വീട്ടിൽ കോഴി മുട്ടയിട്ട് അങ്ങനെ ഒന്ന് കൈകാര്യം ചെയ്യിച്ചു കാട്ടെ, അല്ലെങ്കിൽ ഭയങ്കര ബഹളമായിരിക്കും. പോയേക്കാം. ഓക്കെ, വി ആർ കമ്മിങ് ബാക്ക്. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ്, ഇൻകം എഫക്റ്റ്, ഇൻഫീരിയർ ഗുഡ്സിൻ്റെ കേസിൽ. നമ്മളൊരു എക്സാമ്പിൾ എടുക്കുക. ഈ ഒരു എക്സാമ്പിൾ എന്താണെന്ന് അറിയാം? ഇത് 2 ഇൻഫീരിയർ ഗുഡ് ആവട്ടെ, പറയാതിരിക്കാൻ പറ്റില്ല. ഞാൻ ശരിക്കും ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇട്ടെന്നുള്ളൂ. സോ ഇൻകം എഫക്റ്റ് ഇൻ ദ കേസ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് നമ്മൾ പറഞ്ഞു എല്ലാത്തിനും സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് ഒരുപോലെയാണ്. നമ്മൾ അതിനെക്കുറിച്ച് അപ്പം ബോധമുണ്ട്. 5 യൂണിറ്റ് കൂടുതൽ മേടിച്ചു, ഇതിൻ്റെ വില കുറഞ്ഞു. ഇൻഫീരിയർ ഗുഡ്സിൻ്റെ അപ്പം നമ്മൾ 5 കൂടുതൽ. പക്ഷേ ഇവിടെ എന്ത് സംഭവിക്കുന്നറിയോ? നമ്മൾ ഇവിടെ നെഗറ്റീവ് ഇൻകം എഫക്റ്റ്, ഇൻകം കൂടിയ കാരണം നമ്മൾ ഈ സാധനം ഈ ഒരു കമ്മോഡിറ്റി നമ്മൾ കുറച്ച് മേടിക്കുക. അത് നമ്മൾ 2 യൂണിറ്റ് കൊണ്ട് കുറച്ച് മേടിച്ചു. ശരിയല്ലേ? 2 യൂണിറ്റ് കൊണ്ട് കുറച്ച് മേടിച്ചു. അപ്പോൾ എന്ത് സംഭവിച്ചെന്നറിയോ? ഈ എഫക്റ്റ് അല്പം സ്ട്രോങ്ങാണ്, ഇതല്പം വീക്കാണ്. ഓക്കെ, അപ്പോൾ ഇതല്പം വീക്കാണ്. അതിൻ്റെ അപ്പം സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് ഈസ് സ്ട്രോങ്ങർ ദാൻ ഇൻകം എഫക്റ്റ്. ഇവിടെ നമ്മൾ പറഞ്ഞേക്കുക സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് ഈസ് സ്ട്രോങ്ങർ ദാൻ ഇൻകം എഫക്റ്റ്. അപ്പോൾ നമ്മൾ മൊത്തം എത്ര കൂടുതൽ മേടിച്ചു? 3 യൂണിറ്റ് കൂടുതൽ മേടിച്ചു. ശരിയല്ലേ? എത്ര യൂണിറ്റ് കൂടുതൽ മേടിച്ചു? 3 യൂണിറ്റ്. ഒരു സെക്കൻഡേ, എപ്പോൾ വരാവേ. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ഐ എം വെരി സോറി. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഫോൺ വന്നുകൊണ്ടിരിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോളേജുമായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇൻഫീരിയർ ഗുഡ്സിനെ കുറിച്ച് കാണുവാണല്ലോ. ഞാൻ നിങ്ങളോട് പറഞ്ഞു, അതായത് നമ്മൾ കണ്ടു, അതായത് 5 യൂണിറ്റ് നമ്മൾ കൂടുതൽ മേടിക്കുക. ആ സാധനത്തിൻ്റെ വില കുറഞ്ഞുകൊണ്ട് നമ്മളത് കൂടുതൽ മേടിക്കുക. അപ്പോൾ 5 യൂണിറ്റ്. പക്ഷേ നമ്മുടെ ഇൻകം കൂടിയപ്പോൾ ഈ ഇൻഫീരിയർ കൂടെ ഭയങ്കര ലോ ക്വാളിറ്റി ആയിട്ട് നമ്മൾ കുറച്ച് മേടിച്ചു, 2 യൂണിറ്റ് കൊണ്ട് കുറച്ച് മേടിച്ചു. അപ്പോൾ മൊത്തത്തിൽ എത്ര കൂടുതൽ? 3 യൂണിറ്റ് കൂടുതൽ മേടിച്ചു. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയൊരു സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് സ്ട്രോങ്ങർ ദാൻ ഇൻകം എഫക്റ്റ് ആണ്. ഓക്കെ, ദ സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് ഈസ് സ്ട്രോങ്ങർ ദാൻ വാട്ട് വി ക്യാൻ സേ ഇൻകം എഫക്റ്റ്. സോ ദീസ് ആർ ഇൻഫീരിയർ ഗുഡ്സ്. ഓക്കെ, വേർ ദി സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് ഈസ് സ്ട്രോങ്ങർ ദാൻ ദി ഇൻകം എഫക്റ്റ്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് നമ്മൾ ഈ 2 സാധനങ്ങളെ പറ്റി തന്നെ അറിയും. നമ്മൾ കൂടുതൽ മേടിച്ച സാധനം വില കുറഞ്ഞപ്പോൾ നമ്മൾ കൂടുതൽ മേടിച്ചു. ഏത്? നോർമൽ ഗുഡ് മേടിച്ചു, ഈ ടൈപ്പ് ഓഫ് ഇൻഫീരിയർ ഗുഡ് മേടിച്ചു. വേർ ദി ഇൻകം എഫക്റ്റ് ഈസ് വീക്കർ ദാൻ ദി സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ്, സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് ഈസ് സ്ട്രോങ്ങർ ദാൻ ഇൻകം എഫക്റ്റ്. ഇനി നമുക്ക് മൂന്നാമത്തെ കേസ്, ഈ കേസ് മാത്രമാണ് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത്, ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, ലെറ്റ് മീ ഡിലീറ്റ് ദാറ്റ് ഫസ്റ്റ് സോ ദാറ്റ് യു ക്യാൻ സീ ഇറ്റ് വെരി ക്ലിയർലി. ഓക്കെ, ഒന്നുകൂടെ എടുക്കാം, ക്രിയേറ്റ് മോഡ്. അപ്പോൾ ഈ മൂന്നാമത്തെ കേസിലെ നമ്മളിവിടെ എഴുതണമല്ലോ, ഇത് 5 യൂണിറ്റ് നമ്മൾ കൂടുതൽ മേടിച്ചു, അല്ല 7 യൂണിറ്റ് നമ്മൾ കൂടുതൽ മേടിച്ചു. നമ്മളിവിടെ ഇങ്ങനെയായിരുന്നു പറഞ്ഞു, ഇത്രയും ഓർക്കുന്നില്ല കേട്ടോ. 5 യൂണിറ്റ്, ഇത് നമ്മൾ 5 യൂണിറ്റ് കൂടുതൽ മേടിച്ചു, നമ്മൾ 7 യൂണിറ്റ് കൂടുതൽ മേടിച്ചു, നമുക്ക് 12 യൂണിറ്റിന് കൂടുതൽ ഇടാമല്ലേ, വായിക്കട്ടെ. 12 യൂണിറ്റ് കൂടുതൽ മേടിച്ചു. ഇനി ഇവിടെ നമ്മൾ എത്രയാണ് പറഞ്ഞു? 5 യൂണിറ്റ് കൂടുതൽ മേടിച്ചു, ഇവിടെ 2 യൂണിറ്റ് കുറച്ച് മേടിച്ചു. അപ്പോൾ നമ്മൾ +3 ആയി അല്ലേ. ഇനി ഈ ഒരു എക്സാമ്പിൾ എടുക്കുക. ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് എല്ലായിടത്തും എന്താണ്? നെഗറ്റീവാണ്. സോ നമ്മൾ പ്രൈസ് കുറയുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾ ഈ കമ്മോഡിറ്റി കൂടുതൽ മേടിക്കും, ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്യുന്നത് കൂടുതൽ മേടിക്കും. അപ്പോൾ നമ്മൾ 5 യൂണിറ്റ് കൂടുതൽ മേടിച്ചു. ഓക്കെ, ആർ യു ക്ലിയർ? ഓക്കെ, നൗ what is about income effect? It says that income effect is stronger. അപ്പോൾ നമ്മൾ സ്ട്രോങ്ങർ ആക്കാൻ വേണ്ടി നമ്മൾ വിചാരിക്കുക 7 യൂണിറ്റ് കുറച്ച് മേടിച്ചു. 7 യൂണിറ്റ് കുറച്ച് മേടിച്ചു. അപ്പം നെറ്റ് എത്രയായിരിക്കും? 2 യൂണിറ്റ് നമ്മൾ കുറച്ച് മേടിച്ചു. അപ്പോൾ ഒരു കമ്മോഡിറ്റിയുടെ വില കുറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് നമ്മൾ 5 യൂണിറ്റ് കൂടുതൽ മേടിച്ചു. പക്ഷേ നമ്മുടെ ഇൻകം കൂടുതൽ റിലീസ് ചെയ്ത് നമ്മുടെ ഇൻകം കൂടിയതിൻ്റെ ഒരു ഈ കമ്മോഡിറ്റി ഭയങ്കര ഇൻഫീരിയർ ആയിട്ട് നമുക്ക് തോന്നി, നമ്മൾ 7 യൂണിറ്റ് കുറച്ച് മേടിച്ചു ഇൻകം എഫക്റ്റിൻ്റെ ബേസിൽ. സോ ഇൻകം കൂടിയ കാരണം നെറ്റായിട്ട് നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് എന്താ മനസ്സിലാകുന്നത്? 2 യൂണിറ്റ് കമ്മോഡിറ്റി കൂടുതൽ കുറച്ച് മേടിച്ചു. അപ്പോൾ ഇൻകം കൂടി, പ്രൈസ് കുറഞ്ഞു,
അപ്പോൾ എന്ത് സംഭവിച്ചു? നമ്മൾ ഈ കമ്മോഡിറ്റിയുടെ ഡിമാൻഡും കുറഞ്ഞു. ശരിയല്ലേ? ഇവിടെ സംഭവിക്കുന്ന അതല്ലേ, ഈ കമ്മോഡിറ്റിയുടെ വില കുറഞ്ഞു, അതിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിച്ചു? അതിൻ്റെ ഡിമാൻഡും കുറഞ്ഞു. ശ്രദ്ധിക്കുക, വില കുറയുമ്പം രണ്ട് എഫക്റ്റ് ഉണ്ട്, സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റും ഇൻകം എഫക്റ്റ്. സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് കാരണം എന്ത് ചെയ്യും? എല്ലാ കമ്മോഡിറ്റിയിലെയും വില കുറഞ്ഞാൽ നമ്മളത് കൂടുതൽ മേടിച്ചും. ഇൻകം എഫക്റ്റ് കാരണം എന്ത് ചെയ്യുന്ന പറയും? ഭയങ്കര സ്ട്രോങ് ഇൻകം എഫക്റ്റ് ആയി. അതുകൊണ്ട് വില കുറഞ്ഞ് ഈ കമ്മോഡിറ്റി പണ്ടേ ഇൻഫീരിയർ ഗുഡായിരുന്നു, തീരെ പാവപ്പെട്ടവർ മാത്രം മേടിക്കുന്ന കൂടി നമ്മുടെ ഇൻകം ഭയങ്കരമായിട്ട് കൂടിയെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഈ സാധനം വളരെ കുറച്ച് മേടിച്ചു. എത്രയും കുറച്ച് മേടിച്ചു? 7 യൂണിറ്റ് പഴയതിനേക്കാളും കുറച്ച് മേടിച്ചു. രണ്ടും കൂടെ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്താണ്, -2 യൂണിറ്റ് നമ്മൾ കുറച്ച് മേടിച്ചു. വില കുറഞ്ഞപ്പോൾ ഏതെങ്കിലും കമ്മോഡിറ്റി നമ്മൾ കുറച്ച് മേടിക്കുന്നുണ്ടെങ്കിൽ ആ കമ്മോഡിറ്റിക്ക് നമ്മൾ പറയുന്ന പേരാണ് Giffen goods. Okay, so Giffen good is a commodity where there is strong income effect. Strong what income effect? What type of income effect? Negative income effect. And you can say that at least sometimes there is substitution effect is also usually negative, but the feature is that income effect is stronger than the substitution effect. As a result, when the price of that commodity comes down, the quantity demanded of that commodity also comes down. So this is a controversial situation, a paradoxical situation. Usually when the price of a commodity comes down, the quantity demanded of that commodity goes up, so that the demand curve has this shape. ക്വാണ്ടിറ്റി പ്രൈസ് കുറയുന്നു, ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്യുന്നു, കൂടുന്നു. ശരി, ഇവിടുത്തെ കേസ് എങ്ങനെയാണ്? ഇവിടുത്തെ കേസ് എന്താണ്? പ്രൈസ് കുറയുന്നു, ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്യുന്നത് പ്രൈസ് കുറയുന്നു, ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്യുന്നത് കുറയുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ രണ്ടും തമ്മിൽ പോസിറ്റീവ് റിലേഷൻ. അപ്പോൾ അതിൻ്റെ ഡിമാൻഡ് കുറവ് എങ്ങനെയായിരിക്കും? ഇങ്ങനെയായിരിക്കും. പ്രൈസ് കുറയുന്നു, പ്രൈസ് 8 2 കുറഞ്ഞപ്പോൾ എന്ത്? ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്യുന്നു കുറഞ്ഞു പോയി. ശരിയല്ലേ? അപ്പോൾ ഇവിടെ പ്രൈസ് കൂടുതൽ, അപ്പോൾ നമ്മൾ കൂടുതൽ ക്വാണ്ടിറ്റി മേടിച്ചു. ഇവിടെ പ്രൈസ് കുറഞ്ഞാൽ നമ്മൾ കുറച്ച് മേടിച്ചു. സോ ദാറ്റ് ടൈപ്പ് ഓഫ് എ inferior good where there is strong income effect, higher the income effect which is higher than substitution effect, we call such goods as Giffen good. So Giffen goods are those inferior goods where there is strong income effect compared to what we can say the substitution effect. Strong what type of income effect? You have to understand that is negative income effect, because negative income effect is there in the case of inferior goods. Giffen good is also inferior good, but is one type of inferior good, but we would like to classify it as Giffen good. So Giffen goods produces an upward sloping demand curve, whereas in the case of both normal good and inferior good, inferior good where substitution effect is stronger than income effect, the demand curve becomes a downward sloping usual demand curve, which we studied from the very beginning. Okay, so that is a message or a difference of the Giffen goods with the normal goods and inferior goods. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് 2-3 കാര്യങ്ങൾ കൂടി ഇതിൻ്റെ കൂടെ നമ്മൾ പഠിക്കേണ്ടി വരും. 2-3 കാര്യങ്ങൾ നമുക്ക് ഇതിൻ്റെ കൂടെ പഠിക്കേണ്ടി വരും. എന്തൊക്കെയാണ് നമുക്ക് നോക്കാവേ. സോ ലെറ്റ് മീ ഡിലീറ്റ് ഇറ്റ് ഫസ്റ്റ്. ഡിലീറ്റ് ചെയ്തോട്ടെ. ഒന്നുകൂടെ വി മോഡിലിട്ടാലേ അത് ഡിലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഡിലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഡിലീറ്റ് ചെയ്തു. അപ്പോൾ നമ്മളിനി 2-3 കണ്ടീഷനും കൂടെ ഇതിൻ്റെ കൂടെ കാണാം. പരീക്ഷയ്ക്ക് നിങ്ങൾ എഴുതിയേക്കണം. എന്താണെന്നറിയോ? ഇതിവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ്, ഇൻകം എഫക്റ്റ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഫോർ എ ഗുഡ് ടു ബി Giffen good, ഒരു Giffen good ആകണമെങ്കിൽ ഒരു ഗുഡ് എന്തിനൊക്കെ ദ ഗുഡ് മസ്റ്റ് ബി ആൻ inferior good. inferior good ആയിരിക്കണം. ഇത് inferior good ആവട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇത് inferior good ആണ്. ഇത് വൺ ടൈപ്പ് ഓഫ് inferior good. ഞാൻ ആ ടേബിൾ ഇട്ടപ്പം അത്രത്തായിപ്പോയി. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഇറ്റ്സ് വൺ ടൈപ്പ് ഓഫ് inferior good. So it must be an inferior good. The feature of inferior good is that there is negative, what we can say, income effect. Don't forget that. Now the substitution effect must be small compared to what we can say income effect. The proportion of income spent upon this inferior good must be very large. നമ്മുടെ ഇൻകം അത്രമാത്രം റിലീസ് ചെയ്യണം. എന്ത് ചെയ്യണം? നമ്മൾ ഒരു 10,000 രൂപ നമ്മുടെ ഇൻകമിലെ ഒരു 5,000 രൂപയെങ്കിലും നമ്മൾ 5,000 രൂപയെങ്കിലും നമ്മൾ ആദ്യം ആ Giffen കൂടി നമ്മൾ സ്പെൻഡ് ചെയ്യും. അങ്ങനെയാണല്ലോ അതിൻ്റെ വില കുറഞ്ഞ് 5-2 ആയി കഴിയുമ്പോൾ 2,000 രൂപ മാത്രം ചിലവാക്കി. അപ്പോൾ 3,000 രൂപയുടെ ഇൻകം നമുക്ക് അവിടെ റിലീസ് ചെയ്യുക. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഇൻകം എഫക്റ്റ് സ്ട്രോങ് ആണ്. സോ തേർഡ് കണ്ടീഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. The proportion of income spent on the inferior good must be very large. Okay, so that is about Giffen goods. And we are going to see what will be the shape of a demand curve with respect to the Giffen good. This is the demand curve for Giffen goods. There is always a positive relationship, unlike in the case of a normal good. Unlike in the case of what goods? And like in the case of a normal good, or what we can say an inferior good where substitution effect is stronger than the income effect. In those cases, the demand curve will be having a negative slope. This is a normal demand curve. This is an exceptional demand curve, which is an exemption
or what we can say paradox to the law of demand. Usually law of demand says that there is inverse relationship between quantity demand of commodity and its price, but here there is always a direct or positive relationship between quantity demand of commodity and its price. Okay, you got the idea? The demand curve for given good. ഇനി നമുക്ക് ഒരു ടോപ്പിക് കൂടെ നമുക്ക് പഠിക്കാനുള്ള സമയമുണ്ട്. സോ ദർ ഇസ് ഡയറക്റ്റ് റിലേഷൻ ബിറ്റ്വീൻ പ്രൈസ് ക്വാണ്ടിറ്റി ഡിമാൻഡ് ഇൻ ദ കേസ് ഓഫ് ഗിവൺ ഗുഡ്സ്. ദി സെനാറിയോ ഈസ് ആൻ എക്സെപ്ഷൻ ടു ദി ലോ ഓഫ് ഡിമാൻഡ് റിസൾട്ട്സ് ഇൻ പോസിറ്റീവ്ലി സ്ലോപ്പിംഗ് ഡിമാൻഡ് കർവ്. എക്സാം നമ്മളോട് ചോദിക്കും ഡ്രോ ദി ഡയഗ്രാം വിത്ത് റെസ്പെക്ട് ടു എ ഗിവൺ ഗുഡ്സ്. ഓക്കെ, സോ ദിസ് ഈസ് ദ ഡിമാൻഡ് കർവ് ഫോർ ദി given good is upward sloping or positively sloped, okay, and which is an exception to the law of demand. Okay, you got the idea? Now we are coming to the next topic, which is also very simple topic, and that topic differentiate between what is weak ordering and what is strong ordering. Okay, അത് നമുക്ക് ഡയഗ്രാം വെച്ച് നമുക്ക് പഠിച്ചാൽ മതി. എന്താണ് വീക്ക് ഓർഡറിങ് എന്നാണ് നമുക്ക് പറയാം. ഞാനൊരു എക്സാമ്പിൾ എടുക്കട്ടോ. നമുക്ക് ഡയഗ്രത്തിൽ കൂടെ മനസ്സിലാക്കുകയാണെങ്കിൽ ഭയങ്കര സിമ്പിളാണ്. അതുകൊണ്ട് നമ്മൾ ആദ്യം എന്താണ് വീക്ക് ഓർഡറിങ് എന്നുള്ള ഡെഫിനിഷൻ കാണുന്നതിന് മുമ്പ് നമ്മൾ ഡയഗ്രത്തിലേക്ക് പോവുക. നമുക്കറിയാം ഇതൊരു ഇൻഡിഫറൻസ് കർവാണ്. നമ്മൾ 1000 പ്രാവശ്യമെങ്കിലും കണ്ടിട്ടുള്ള ഒരു സംഭവമാണ് ഇൻഡിഫറൻസ് കർവ്. 1000 പ്രാവശ്യമൊന്നുമില്ല, കുറച്ചധികം പ്രാവശ്യം നമ്മൾ കണ്ടിട്ടുള്ള ഇൻഡിഫറൻസ് കർവ്. സോ ഇൻഡിഫറൻസ് കർവ്സ് ആർ ഡൗൺവേർഡ് സ്ലോപ്പിംഗ്, കോൺവെക്സ് ടു ദി ഒറിജിൻ. വൺ ഇൻഡിഫറൻസ് കർവ് cannot intersect each other. Higher indifference curve shows higher level of satisfaction. എന്നൊക്കെ നമ്മൾ ഒത്തിരി കണ്ടതാണ്. All points on a given indifference curve shows a given level of satisfaction. ഓക്കെ, സോ ഇവിടെ സാറ്റിസ്ഫാക്ഷൻ എല്ലാവർക്കും സെയിം ആയിരിക്കും. എ ആയിരിക്കും, ബി ആയിരിക്കും. നമുക്ക് ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് ഓഫ് ദി ടു ഗുഡ്സ് ദാറ്റ് ഗീവ് ദി സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. സോ ദാറ്റ് ഹാപ്പൻസ് അലോങ് വാട്ട് വി ക്യാൻ സേ ആൻ ഇൻഡിഫറൻസ് കർവ്. ഇവിടെ സംഭവിക്കുന്നത് അറിയാം, ദർ ആർ 2 points, point A and point B. There are 2 points, point A and point B. And so in this indifference curve, there can be 2 possibilities. Sometimes A is superior to B. അപ്പോൾ എ സുപ്പീരിയർ, നമ്മൾ എ പ്രിഫർ ടു ബി എന്ന് പറയാം, അല്ലെങ്കിൽ നമ്മൾ ബി പ്രിഫർ ടു എ എന്ന് പറയാം. ഒന്നെങ്കിൽ നമ്മൾ എയേക്കാളും ബി ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ബിയേക്കാളും എ ഇഷ്ടപ്പെട്ടു, പോയിൻ്റ് എ പോയിൻ്റ് ബി. അല്ലെങ്കിൽ വി ആർ ഇൻഡിഫറൻറ്റ് ബിറ്റ്വീൻ പോയിൻ്റ് എ ആൻഡ് ബി. ഇൻഡിഫറൻറ്റ്, വി കനോട്ട് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ. അതാണ് ഇൻഡിഫറൻസ് എന്ന് പറഞ്ഞാൽ. എനിക്ക് അതും കുഴപ്പമില്ല, എനിക്ക് ഇതും കുഴപ്പമില്ല. അപ്പോൾ ഒന്നെങ്കിൽ എനിക്ക് എയേക്കാളും ബി ഇഷ്ടമായിരിക്കും, ബിയേക്കാളും എ ഇഷ്ടമായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് എയേക്കാളും എനിക്ക് ബി ഇഷ്ടമായിരിക്കും, എയേക്കാളും ബി ഇഷ്ടമായിരിക്കും. അല്ലെങ്കിൽ എനിക്ക് ഇൻഡിഫറൻസ് ആയിരിക്കാം, ഇതിന് ഏത് കിട്ടിയാലും കുഴപ്പമില്ല. സോ വി കോൾ സച്ച് കർവ്സ് ആസ് വാട്ട് വി ക്യാൻ സേ ഇൻഡിഫറൻസ് കർവ്. എന്താണ് ഇൻഡിഫറൻസ് കർവ്? സോ ഇൻഡിഫറൻസ് കർവ് ഷോസ് ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് ഓഫ് ദി 2 goods ദാറ്റ് ഗിവ്സ് സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ടു ദി കൺസ്യൂമർ. സോ ഇതാണ് ഇൻഡിഫറൻസ് കർവ്. ഇൻഡിഫറൻസ് കർവ് പ്രിഫറൻസ് ഉണ്ട്, എ പ്രിഫർ ടു ബി, ബി പ്രിഫർ ടു എ. ഇൻഡിഫറൻസ് ഉണ്ട്, സോ വി കനോട്ട് ഡിഫറൻഷിയേറ്റ് between both A and B are equally good. So that type of ordering is called weak ordering. നമുക്ക് അവിടെയാണ് ഏതാണ് അതിലൊന്നും കൃത്യമായിട്ട് പറയാൻ പറ്റുന്നില്ല. ചിലപ്പോൾ പറയാൻ പറ്റും, ചിലപ്പോൾ പറയാൻ പറ്റില്ല. അങ്ങനെയുള്ള സിറ്റുവേഷൻ നമ്മൾ വീക്ക് ഓർഡറിങ് എന്ന് പറയും. എന്താണ് വീക്ക് ഓർഡറിങ്? നമുക്ക് വായിച്ച് നോക്കാം. ഡയഗ്രത്തിൽ പിടികിട്ടില്ലോ, ഇനി നമുക്ക് വായിക്കാൻ ഭയങ്കര എളുപ്പമാണ്. ഓക്കെ, then weak ordering is a consumer preference situation where the consumer is either prefers a commodity to the other, or he remains indifferent between 2 goods. Here between 2 goods A and B, the consumer may prefer A to B or B to A, or he may be indifferent between A and B. So that is called weak ordering. In the case of weak ordering, there can be both preference and indifference. അതുകൊണ്ടാണല്ലോ നമ്മളതിനെ ഇൻഡിഫറൻസ് കർവ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതിനെ നമ്മൾ വീക്ക് ഓർഡറിങ് പറയും. അങ്ങനെയാണെങ്കിൽ സ്ട്രോങ് ഓർഡറിങ് എന്താണെന്ന് നമുക്ക് നോക്കാം. സ്ട്രോങ് ഓർഡറിങ് ആണെങ്കിൽ സ്ട്രോങ്ങാണ്, ഒന്നെങ്കിൽ എ അല്ലെങ്കിൽ ബി. There is no equality between or difference in A and B. ഒന്നെങ്കിൽ എനിക്ക് എ മതി, അല്ലെങ്കിൽ ഞാൻ പറയാം എനിക്ക് ബി മതി. എയും ബിയും രണ്ടിൽ ഏതെങ്കിലും മതി എന്ന് ഞാൻ ഒരിക്കലും പറയാല. മനസ്സിലായോ? അതിനെയാണ് നമ്മൾ സ്ട്രോങ് ഓർഡറിങ് എന്ന് പറയുന്നത്. എന്താണ് സ്ട്രോങ് ഓർഡറിങ്? ദിസ് ഈസ് എ സിറ്റുവേഷൻ ഓഫ് വാട്ട് വി ക്യാൻ സേ ഇൻകം ലൈൻ. In the case of a revealed preference theory, a theory which we are going to study next. Okay, so in this income line PL, you can have 3 points, C, A and B, or A, B and C. And at point A, you can get an amount of commodity A, or an amount of good X, So this PL gives a level, given level of satisfaction, suppose that. But here, the consumer prefer A compared to B and C. Okay, there is no indifference. Either you prefer A, or you prefer C, or you prefer B. Okay, when you prefer A, you prefer
A to C and B. When you prefer C, you prefer it to B and A. When you prefer B, you prefer it to C and A. So that type of situation is called, you are very strong in indicating your preference. So it is called strong ordering. So let us see what is strong ordering. Strong ordering. On the other hand, in the case of strong ordering, there is no indifference. There is no indifference. A situation where there cannot be any indifference, where you are intimating your preference to a particular combination of commodities or a particular point, we can call it as strong ordering. Okay, the consumer either prefer or not prefer the commodity there. Strong ordering implies that there can be only the relation of preference. A is preferred to B, B is preferred to A. The possibility of consumer's indifference between A and B is ruled out. Okay, if there are three combinations A, B and C, combination A may be preferred to B and C. Okay, so that is called strong ordering. Strong ordering was used by Samuelson in his revealed preference ഹൈപ്പോത്തസിസ്. ഇതിലാണ് റിവീൽഡ് പ്രിഫറൻസ് ഹൈപ്പോത്തസിസിൽ സാമുവൽസൺ ഉപയോഗിച്ചതാണ് സ്ട്രോങ് ഓർഡറിങ്. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻകം ലൈനൊക്കെ നമുക്ക് അവിടെ കാണും. അടുത്ത തിയറി നമ്മളവിടെ പഠിക്കുമ്പോൾ എന്ത് കാണും? ഇൻകം ലൈൻ കാണും. ഇതാണ് റിവീൽഡ് പ്രിഫറൻസ് തിയറി. നമ്മളിപ്പം പഠിക്കുന്നില്ല, എനിക്ക് അടുത്ത ക്ലാസ്സിലേക്ക് പോകേണ്ടതുള്ളതുകൊണ്ട്. സോ മോർ ദാൻ ദാറ്റ് ഐ എം വെരി സോറി ദാറ്റ് ലോട്ട് ഓഫ് ഇൻട്രപ്ഷൻസ് കെയിം ഇൻ ടുഡേയ്സ് ക്ലാസ്. അത് അങ്ങനെ ഫോണൊക്കെ വരുന്നുള്ളതുകൊണ്ട് സംഭവിക്കുന്നു കേട്ടോ. വെരി വെരി സോറി. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത ക്ലാസ്. ഞാൻ ചുമ്മാ അതിന് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടൊക്കെ കാണിക്കാം. ഇതാണ് റിവീൽഡ് പ്രിഫറൻസ് തിയറി. കുറേ പോയിൻ്റൊക്കെ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് എളുപ്പമാകാൻ വേണ്ടിയിട്ട്. ഈ ഹൈലൈറ്റ് ചെയ്യാനായി ഭയങ്കര ബുദ്ധിമുട്ട്. എല്ലാ പോയിൻറ്റുകളൊക്കെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കി. സോ അതിൻ്റെ ഗ്രാഫിക്കൽ എക്സ്പ്ലനേഷൻ കണ്ടോ? സ്ട്രോങ് ഓർഡറിങ്ങിൻ്റെ ഒരു ഇൻകം ലൈൻ കണ്ടോ? സെയിം ഡയഗ്രാം ഞാൻ അവിടെ എടുത്തിട്ടുള്ളൂ. അല്ലാതെ പിന്നെ കൺസ്യൂമർ പ്രിഫറൻസ് എന്താണെന്ന് നമ്മൾ പഠിക്കും. കൺസ്യൂമർ സർപ്ലസ് എന്താണെന്ന് പഠിക്കും. അതിന് വരുന്നുള്ളൂ കേട്ടോ. നിങ്ങൾ പ്ലസ് ടുവിനൊക്കെ പഠിച്ചിട്ടുള്ള സംഭവം തന്നെ. അതായത് ടേബിൾ വെച്ച് നമ്മൾ കൺസ്യൂമർ സർപ്ലസ് നമ്മൾ മനസ്സിലാക്കുക. Okay, so this is a topic we are going to study in the next class, not right now. Okay, so thanks for listening. ഞാൻ ഇന്നത്തെ ക്ലാസ് എവിടെ ഇട്ടേക്കാം? നമ്മുടെ ക്ലാസ് റൂമിൽ ഇട്ടേക്കാം. നിങ്ങൾ അസൈൻമെൻ്റ് ഒക്കെ ചെയ്യണം. ഓക്കെ, ഇന്നോട്ട് നമ്മുടെ നമ്മുടെ ക്ലാസ്സൊക്കെ ആസ് യൂഷ്വൽ ടൈം ടേബിളിലായിരിക്കും നടക്കുക. പിന്നെ ഞാൻ ഒന്നുകൂടെ നിങ്ങളോട് പറഞ്ഞോട്ടെ, അതായത് നമ്മുടെ സെക്കൻഡ് സെമ്മാണ് ഇപ്പോൾ കണ്ടിന്യൂ ചെയ്തിരിക്കുന്നത് ടിൽ ജൂലൈ. ഓക്കെ,